എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെയാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശ്രീകാന്ത് ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. ആപത്തിൽപ്പെട്ട വർഷയെ സഹായിച്ചിരിക്കുന്നു. അപ്പൊ വർഷയാണെങ്കിൽ അതിനാദ്യമൊക്കെ ഒന്ന് ദേഷ്യപ്പെട്ടെങ്കിലും ശ്രീകാന്ത് എന്നുള്ള ഷെഫിനെ നമ്മുടെ വർഷയ്ക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇവര് തമ്മിലാണെങ്കിൽ വലിയൊരു കണക്ഷൻ അവിടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ടുപേർക്കും പരസ്പരം നല്ല താല്പര്യമൊക്കെ ആയി. അപ്പൊ അവരങ്ങനെ സംസാരിച്ച് എന്തായാലും ഇയാൾ ചെയ്തത് വളരെ വലിയ കാര്യം തന്നെയാണ്. ഞാൻ വിചാരിച്ചത് ആ മാല എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് തന്നെയാണ്. പിന്നെ അത് തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനം ആയതെന്നും പറഞ്ഞ് വർഷ തൻ്റെ അച്ഛൻ തനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്ന മാലയാണെന്നും അത് നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് വലിയ വിഷമമായി പോയേനെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ആണെങ്കിൽ എന്തായാലും ഇനി ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എപ്പോഴും ഞാൻ രക്ഷിക്കാൻ വരണമെന്നില്ല എന്നും പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് പിരിയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ രേവതി ആണെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മുത്തശ്ശിമാരെല്ലാവരും കൂടി നമ്മുടെ രേവതി ആണെങ്കിൽ ഇതാ ഒരുക്കി ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. തലയിൽ നിറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല സൂപ്പർ ഒരു പട്ടുസാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല ലുക്കിൽ പുള്ളിക്കാരി അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും അച്ഛമ്മ പറയുന്നുണ്ട്, മോളെ മോൾക്കൊരു കാര്യം അറിയണം. ഈ നിൽക്കുന്നവളുണ്ടല്ലോ, അവളുടെ കല്യാണത്തിന്റെ ആദ്യ രാത്രി ഞങ്ങൾ ഇതുപോലെ ഭയങ്കര ഒരു സെറ്റപ്പ് തന്നെ ഉണ്ടാക്കിയത്. ആ സമയത്ത് അവളെയും അവളുടെ ഭർത്താവിനെയും റൂമിലേക്ക് കയറ്റുന്നതിന് മുന്നേ അവൻ എവിടുന്നൊക്കെയോ കുറെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് ബെഡിൽ മുഴുവൻ അലങ്കരിച്ച് വെച്ചു. പക്ഷെ അതൊക്കെ ഒരു സൈസ് ഉറുമ്പുള്ള പൂക്കളായിരുന്നു എന്നുള്ള കാര്യം ആ പൊട്ടൻ അറിഞ്ഞില്ല. രാത്രി ഇവരെ എല്ലാവരും കിടത്തിയതിന് ശേഷം ഞങ്ങളൊക്കെ വെളിയിൽ കിടക്കുകയാണ്. ഈ സമയത്ത് ഭാര്യ ഇറങ്ങി വന്നതിന് പിന്നാലെ ഭർത്താവും ഇറങ്ങി വരാൻ തുടങ്ങി. രണ്ടുപേരെയും നല്ല കട്ടുറുമ്പുകൾ കടിച്ചു. അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റ് കുളമായി. ആ രാത്രി മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തിയും ചൊറിഞ്ഞുമാണ് അവർ ചെലവഴിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞതും രേവതിക്ക് ചിരി അടക്കാനേ പറ്റുന്നില്ല. പുള്ളിക്കാർ ഭയങ്കരമായിട്ടിരുന്ന് ചിരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ ഇവരെല്ലാവരും മോള് മണിയറയിലേക്ക് കയറുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ പാടും. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ മോള് ചിരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ, ഇതൊക്കെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നീ പറഞ്ഞു കൊടുക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഓരോ കാര്യങ്ങളും നമ്മുടെ രേവതിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പുള്ളിക്കാരിയാണെങ്കിലോ ഭയങ്കര നാണം കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക. അല്ല, ഈ സച്ചി കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയിട്ട് അവനെ കാണുന്നില്ലല്ലോ മോളെ, ഒരു കാര്യം ചെയ്യാം, അവനെ ഞാനൊന്ന് വിളിക്കാന്നും പറഞ്ഞ് അച്ഛമ്മ ഫോൺ എടുത്ത് വിളിക്കുമ്പോഴത്തേക്കിനും സച്ചി, എൻ്റെ അച്ഛമ്മ സമയമായി വരുന്നതല്ലേ ഉള്ളൂ, അച്ഛമ്മ ഒന്ന് അടങ്ങ്, ഞാൻ ഇവന്മാരുടെ കൂടെ കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ, 9 മണി തൊട്ട് 11 മണി വരെ അല്ലേ സമയം പറഞ്ഞിരിക്കുന്നത്, ആ സമയത്ത് ഞാൻ വീട്ടിലെത്തിയാൽ പോരെന്ന് ചോദിക്കുമ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ മോള് റെഡിയായിരിക്കുക, ഇപ്പൊ തന്നെ വരണമെന്ന് പറഞ്ഞ് അച്ഛമ്മ ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും സച്ചി കൂട്ടുകാരോട് പറയുക, ഈ അച്ഛമ്മയെ കൊണ്ട് ഭയങ്കര അലമ്പാടാ, ഒരു രക്ഷയില്ല, കല്യാണം പോലും വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഞാൻ അബദ്ധം വെച്ചാലാണ് രേവതിയുടെ കഴുത്തിൽ താലി കെട്ടിയതെന്നും തനിക്ക് ഈ ജീവിതത്തോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ കൂട്ടുകാരോട് പറയുമ്പം അവന്മാർ പറയുന്നുണ്ട്, എടാ നല്ല ഒന്നാന്തരം ഒരു കൊച്ചല്ലേ, നീ അവളും കൂടെ നല്ല ചേർച്ചയുമാണ്, എന്തിനാ പിന്നെ നല്ല ഒന്നാന്തരത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ മേലേന്നൊക്കെ ചോദിക്കുമ്പം ചെറിയ രീതിയിലൊക്കെ പുള്ളിക്കാരനൊരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് നമ്മുടെ സച്ചിയെ കൂട്ടുകാരൻ വിളിക്കുന്നത്. അപ്പം അവൻ വിളിച്ചതും സച്ചി എന്താ നീ വണ്ടിയുടെ പൈസയൊക്കെ കെട്ടിയോന്ന് ചോദിക്കുമ്പം, എടാ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു ഓട്ടം വന്നായിരുന്നു എന്ന്, ആ ഓട്ടത്തിന് ഞാൻ പോയത് ഇപ്പം വലിയൊരു പ്രോബ്ലം ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ള കാര്യം കൂട്ടുകാരൻ പറഞ്ഞതും, എടാ എന്താ കാര്യം നീ തെളിച്ചു പറയുന്നു പറഞ്ഞ് സച്ചി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോഴത്തേക്കിനും കൂട്ടുകാരെന്താ നടന്ന സംഭവങ്ങൾ പറയുക, എടാ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ കയറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കണമെന്നുള്ളതായിരുന്നു എന്നോട് അവർ പറഞ്ഞത്, അതിനാണ് അവരെനിക്ക് 8,000 രൂപ പ്രതിഫലമായിട്ട് തന്നത്. പക്ഷേ അവന്മാരിറക്കിയ സാധനം അതിനിടയ്ക്ക് കുറച്ച് ഡ്രഗ്സ് കൂടി ഉണ്ടായിരുന്നു. എന്നതാ ഇപ്പൊ പോലീസ് ഫോളോ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് കഥയൊന്നും പറയാൻ നേരെ ഇല്ലടാ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല, ഇതെന്തോ ഒരു ചതിയാണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സച്ചിക്ക് ഇതാ തല പെരുക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്, എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സച്ചി തലക്ക് കൈ കൊടുത്തു.
അപ്പോഴത്തേക്കിനും തന്നെ കൂട്ടുകാരനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ സച്ചി ഇതാ തിരിച്ചു വിളിച്ചപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ എൻ്റെ തൊട്ട് പിന്നാലെ പോലീസുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എടാ പൊട്ടാ, നീ എന്തിനാ അവരെ വെട്ടിച്ചത്? ഇതിങ്ങനെ ആൾക്കാർ തന്നു വിട്ടതാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ എന്തിനാ അതൊന്നും പറയാതെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയതെന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ പറഞ്ഞതും കൂട്ടുകാരനാണെങ്കിൽ, എടാ ഞാൻ പേടിച്ചു പോയടാ, ഇതിപ്പം എനിക്കറിയില്ല എന്ത് സംഭവിക്കുമെന്നുള്ളത്. ഒരു കാര്യം ചെയ്യ്, നീ വേറൊരു റൂട്ട് ചോദിച്ചിട്ട് ആ റൂട്ട് ഇടവഴി അങ്ങ് വിട്ടോളാൻ പറയുകയാണ്. പക്ഷേ അബദ്ധം വെച്ചാൽ ഈ കൂട്ടുകാരനെ പോലീസുകാർ പൊക്കുകയാണ്. നമ്മുടെ സച്ചിയാണെങ്കിലോ ആകെ മൊത്തം തല പെരുത്ത അവസ്ഥയിൽ, ഒരു കാര്യം ചെയ്യാം, നീ എവിടെയോ ഉള്ളേന്നുള്ള കാര്യം പറ, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് തിരിക്കാന്ന് പറയുമ്പം, അല്ലടാ നീ അച്ഛമ്മയുടെ വീട്ടിലല്ലേ ഉള്ളത്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം, അതൊന്നും എനിക്ക് വിഷയമല്ല, എൻ്റെ വണ്ടി എൻ്റെ അച്ഛമ്മ എനിക്ക് ആഗ്രഹിച്ച് വാങ്ങിച്ചു തന്ന വണ്ടിയാണ്, അതുകൊണ്ട് അതങ്ങനെ കളയാനൊന്നും പറ്റില്ല, ഞാൻ ഇപ്പം തന്നെ പുറപ്പെടുക എന്നും പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു. അപ്പം ഈ കാര്യങ്ങളൊക്കെ കൂട്ടുകാർ കേട്ട് നിൽക്കുന്നുമുണ്ട്. എടാ ഇത് എന്താടാ, നീ എന്താ ഇപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവാണോ? എൻ്റെ പൊന്നു സച്ചി, നിനക്ക് വേണ്ടി നിന്റെ അച്ഛമ്മയും എല്ലാവരും കൂടി ആദ്യ രാത്രിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയല്ലേ, അതിനിടയ്ക്കാണോ നീ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ച് കൂട്ടുകാർ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ കൂടിയും എനിക്ക് എൻ്റെ വണ്ടിയാണ് വലുത്, എൻ്റെ അച്ഛമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ വണ്ടി എനിക്ക് വാങ്ങിത്തന്നത് എന്നൊക്കെ പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, ഈ വിവരങ്ങളൊക്കെ പോയി വീട്ടിൽ പോയി അച്ഛമ്മയോട് പറയണമെന്നും പറഞ്ഞ് സച്ചി തൻ്റെ കൂട്ടുകാരനെ ഏർപ്പാടാക്കുകയാണ്. അപ്പം സച്ചി എന്നിട്ട് നേരെ കിട്ടിയ ഒരു വണ്ടിക്ക് അങ്ങ് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ രേവതിയും അച്ഛമ്മയും ഒക്കെ ഇവിടെ ഇരിപ്പാണ്. സച്ചിയെ കാണുന്നേ ഇല്ല. അപ്പൊ സച്ചിയെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഈ ചെറുക്കൻ എവിടെ പോയി എന്ന ഒരു പിടിയില്ലല്ലോ. അപ്പൊ അങ്ങനെ അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ, ഇനിയൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇനി ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ, ഇപ്പൊ തന്നെ അതാ മുഹൂർത്തവും കഴിയാറായി, എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം. അതെ കലാവതി ചേച്ചി, എന്തേലും ഉണ്ടെങ്കിൽ ചേച്ചി ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവിടെ കൂടി അമ്മമാരും ചേച്ചിമാരും ഒക്കെ കൂടി അവിടുന്ന് പോകുമ്പോഴത്തേക്കിന് രേവതി ആണെങ്കിൽ വലിയ സങ്കടത്തിലായി. താൻ ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരുങ്ങി വിഷമിച്ചൊക്കെ ഇരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് വിഷമിച്ച് ഇങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആ സമയത്താണ് സച്ചിയുടെ കൂട്ടുകാരൻ വരുന്നത്. അവനെ കണ്ടതും, അല്ല സച്ചി എവിടെയെന്ന് ചോദിച്ച് അച്ഛമ്മ ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ അച്ഛമ്മ, അവനൊരു പ്രശ്നം ഉണ്ടായി, നാട്ടില് അവന്റെ വണ്ടി ഒരു കൂട്ടുകാരന് കൊടുത്തിട്ടല്ലേ അവള് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവന്റെ ആ വണ്ടിയും കൊണ്ട് പോയവൻ അത് എന്തോ ഒരു കേസിൽ പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ പിന്നാലെ സച്ചിക്ക് ഒരു കോളും വന്നു. സച്ചി അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി എന്ന് കേട്ട രേവതി ശരിക്കും ഞെട്ടി. അപ്പോൾ തന്നോടൊരു വാക്ക് പോലും പറയാതെ അവനിങ്ങനെ പോയി കളഞ്ഞല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മുടെ മുത്തശ്ശിക്കും ഉണ്ട്. അങ്ങനെ രണ്ടുപേരും സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയം രേവതി മുത്തശ്ശിയോട് പറയാം, മുത്തശ്ശി അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല, പുള്ളിക്കാരൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്തേലും ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞതും അച്ഛമ്മയാണെങ്കിൽ, മോളെ ഇപ്പം രാത്രിയായില്ലേ, നീ ഇനി എങ്ങനെ പോവാനാ? ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കാവോ, എന്നെ ഒന്ന് ബസ് കയറ്റി വിട്ടാൽ മതി, ഞാൻ പോയിക്കോളാം, എനിക്ക് പേടിക്കാനൊന്നും ഇല്ല, എനിക്കറിയാവുന്ന നാടാണല്ലോ, അതുകൊണ്ട് അച്ഛമ്മ ടെൻഷനായിട്ടൊന്നും ഇരിക്കുകയൊന്നും വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ മനസ്സോടുകൂടി അച്ഛമ്മ തൻ്റെ കൊച്ചുമോളെ യാത്രയാക്കുകയാണ്. രേവതി അവിടുന്ന് പോയി നേരെ അവള് വീട്ടിലേക്ക് ചെല്ലുന്ന ആ ഒരു സമയത്താണെങ്കിലോ സച്ചിയെയും അതുപോലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരനെയും വണ്ടിയും ഒക്കെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ നടക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്